നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മുമ്പ് ജോലി തേടി മറ്റു രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും പ്രാർത്ഥനയും നിട്ടോട്ടവും തന്നെയാണ്. എന്നാൽ ബന്ധുക്കളോ പരിചയക്കാരോ വഴി എവിടെയെങ്കിലും ജോലി ഒപ്പിച്ചാൽ പിന്നെ പറയണ്ട. വിസ വരുന്നത് നോക്കി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരും. ഒപ്പം യാത്രാമാർഗങ്ങൾ കുറവും യാത്ര ചെലവേറിയതുമായിരുന്നു. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് മറുനാട്ടിലെത്തിപ്പെട്ടാലോ എന്നിനി പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുമെന്നോർത്ത് ആവലാതി ഒഴിഞ്ഞ ഒരു ദിനം പോലും ഉണ്ടാകില്ല. എന്നാൽ ഇന്നോ ഈയൊരവസ്ഥ എവിടെയുമില്ല എന്ന് തന്നെ കാണുവാൻ സാധിക്കും. അടുത്തുള്ള ജില്ലയിൽ പോയി വരുന്ന ലാഘവത്തോടെയാണ് പലരും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത്. അതുമാത്രമല്ല, കൊറോണ വ്യാപനം മൂലം നമ്മൾ പരിചയിപ്പിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് വർക്ക് ഫ്രം ഹോം. ഓഫീസിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ ഉൽപാദനക്ഷമത കൂടുമെന്ന് പഠനഫലങ്ങൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പല കമ്പനികളും സ്ഥിരമായി തന്നെ ഇങ്ങനെ വിദൂരമായി ജോലി ചെയ്യുന്ന ആളുകളെ നിയമിക്കുകയുണ്ടായി. അങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് മടുത്തവർക്കിപ്പോൾ അല്പം വ്യത്യസ്തമായി മറ്റു രാജ്യങ്ങളിൽ പോയിരുന്ന് ജോലി ചെയ്യാൻ സാധിക്കും. കയ്യിലൊരു ജോലിയുണ്ടെങ്കിൽ തന്നെ യാത്ര ചെയ്ത് പോയി താമസിക്കാനായി നിരവധി രാജ്യങ്ങൾ റിമോട്ട് വിസ നൽകി വരികയാണ്. പ്രത്യേക മേഖലകളിൽ നൈപുണ്യമുള്ളവർക്ക് ഇത്തരം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ലാപ്ടോപ്പുമായി ഇവിടങ്ങളിലെ മലനിരകൾക്കിടയിലും ബീച്ചിലുമെല്ലാം പോയിരുന്ന് സമാധാനമായി ജോലി ചെയ്തു വരാം. യാത്രയും നടക്കും, ഒപ്പം ജോലിക്ക് ശമ്പളവും കിട്ടും. ടൂറിസം വികസനവും ഒപ്പം നടക്കും എന്നതാണ് ഇത്തരം രാജ്യങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രധാന ലാഭം. ഇങ്ങനെ സഞ്ചാരികളുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിക്കുന്ന കിടുക്കൻ റിമോട്ട് വിസ ഓഫറുകൾ നൽകുന്ന ചില രാജ്യങ്ങൾ ഇവയാണ്. 1. എസ്തോണിയ. വടക്കൻ യൂറോപ്പിലെ തന്നെ പ്രകൃതി ഭംഗി തുളുമ്പുന്ന എസ്തോണിയയിൽ ഡിജിറ്റൽ നോമാഡ് വിസ നൽകാൻ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ യൂറോപ്യൻ യൂണിയനിൽ ആദ്യമായി ഇത്തരത്തിൽ ഒരു സംവിധാനം നടപ്പിലാക്കിയ രാജ്യവും എസ്തോണിയ തന്നെയാണ്. ജോലി ചെയ്യാൻ പ്രത്യേക സ്ഥലം ആവശ്യമില്ലാത്തവർക്ക് 1 വർഷം വരെ രാജ്യത്ത് താമസിക്കാൻ സാധിക്കും. ഇതിനായി എസ്തോണിയയ്ക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുമായി നിങ്ങൾക്ക് തൊഴിൽ കരാറുണ്ടെന്നോ അല്ലെങ്കിൽ എസ്തോണിയയിൽ നിന്നല്ലാതെ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസറായി ജോലി ചെയ്യുന്നുവെന്നോ കാണിക്കേണ്ടതുണ്ട്. അപേക്ഷയ്ക്ക് തൊട്ടു മുൻപുള്ള 6 മാസത്തിനുള്ളിൽ പ്രതിമാസം മിനിമം വരുമാനം 3504 യൂറോ, അതായത് ഏകദേശം 3,08,042 രൂപ ആയിരിക്കണം. അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് ആവശ്യമായ രേഖകൾക്കൊപ്പം എസ്തോണിയൻ എംബസിയിലോ കോൺസുലേറ്റിലോ സമർപ്പിക്കണം. യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഒരു രാജ്യത്ത് താമസിക്കുന്നവർക്ക് ഈ വിസയ്ക്കായി അപേക്ഷിക്കാനാവില്ല. 2. ജോർജിയ. കിഴക്കൻ യൂറോപ്പിന്റെയും വടക്കൻ ഏഷ്യയുടെയും സംഗമസ്ഥാനത്ത് കരിങ്കടലിനരികിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു രാജ്യമാണ് ജോർജിയ. 6 മാസമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് ഡിജിറ്റൽ നോമാഡ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനായി 1 മാസം മിനിമം $2000 വരുമാനം ഉണ്ടാകണം. താമസിക്കുന്നവർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇവിടെ താമസിക്കുമ്പോൾ കുറഞ്ഞത് 6 മാസത്തേക്കുള്ള ഇൻഷുറൻസ് കയ്യിലുണ്ടായിരിക്കണം. 3. ബാർബഡോസ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് ബാർബഡോസ്. വിദൂര ജോലികൾക്കായി 12 മാസത്തെ പ്രത്യേക വിസ നൽകാൻ ഒരുങ്ങുകയാണ് ബാർബഡോസ് സർക്കാർ. കുടുംബങ്ങൾക്കും ഈ വിസ പ്രയോജനപ്പെടുത്താം. വ്യക്തിഗത വിസയ്ക്ക് $2000, കുടുംബ വിസയ്ക്ക് $3000 എന്നിങ്ങനെയാണ് ചാർജുകൾ ഈടാക്കുക. 4. ബെർമുഡ. 18 വയസ്സിൽ കൂടുതലുള്ള ജോലിക്കാർക്കായി റെസിഡൻസി സർട്ടിഫിക്കറ്റ് പോളിസി ബെർമുഡ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നൽകുന്ന 1 വർഷത്തെ സന്ദർശക വിസയാണ് വർക്ക് ഫ്രം ബെർമുഡ സർട്ടിഫിക്കറ്റ്. ജോലിയോ സ്കൂൾ പ്രവേശനമോ തെളിയിക്കുന്ന രേഖകൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ്, സ്ഥിരവരുമാനം എന്നിവയും ഉണ്ടായിരിക്കണം. 5. ജർമ്മനി. വിദൂര ജോലി അവസരങ്ങൾക്കായി ജർമ്മനി ഒരു പെർമിറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. 3 മാസത്തേക്ക് ഫ്രീലാൻസർമാർക്ക് നൽകുന്ന വിസ അവർക്ക് പിന്നീട് റെസിഡൻസി പെർമിറ്റാക്കി മാറ്റാം. അപേക്ഷയ്ക്കൊപ്പം വരുമാനത്തിനുള്ള തെളിവ്, മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നുള്ള ശുപാർശ, ട്രാവൽ ഇൻഷുറൻസ് എന്നിവയും നൽകിയിരിക്കണം. 6. പോർച്ചുഗൽ. ഫ്രീലാൻസ്, സ്ഥിരം ജോലിക്കാർ എന്നിവർക്ക് താൽക്കാലിക വിദൂര വിസകൾ പോർച്ചുഗലും നൽകി വരികയാണ്. 7. ദുബായ്. ദുബായിലെ പുതിയ വിസ പ്രോഗ്രാം അനുസരിച്ച് റിമോട്ട് ജോലിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും 1 വർഷം വരെ വിസ അനുവദിക്കുന്നതായിരിക്കും. മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ആയിരിക്കണമെന്ന് മാത്രം. അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട്, ഇന്റർനെറ്റ് സൗകര്യം, ഫോൺ നമ്പർ, കുട്ടികളെ സ്കൂളിൽ ചേർക്കാനുള്ള സൗകര്യം എന്നിവ നൽകുന്നതായിരിക്കും. ഇതിനായി രാജ്യം ഇങ്ങനെ വരുന്നവരിൽ നിന്നും പ്രത്യേക വരുമാന നികുതി ഈടാക്കുന്നതല്ല. മറ്റ് വിദൂര വർക്ക് വിസ ഓപ്ഷനുകൾ ഇവയൊക്കെയാണ്. കോസ്റ്റാറിക്ക, ചെക്ക് റിപ്പബ്ലിക്, മെക്സിക്കോ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലും റിമോട്ട് വിസ ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇതിനായി നിരവധി മാനദണ്ഡങ്ങളും ഉണ്ട്. എളുപ്പത്തിൽ അപേക്ഷിക്കാൻ കഴിയുമെങ്കിലും മിക്ക രാജ്യങ്ങളിലും നികുതി അടക്കമുള്ള ചിലവുകൾ വഹിക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.